Good morning, dear children. Welcome to EVS class. Okay, dear children. Look at this. What all this? Can you see the pictures? Can you see the pictures? Yes, there are so many pictures. You want to identify each of them. What is the first picture? That is a house. The next one is a bus. Then next one, a car. Then that is a sun and a tree and water. These are some pictures. Do you know which are man-made things in this? ഏതൊക്കെയാ ഇതിൽ മനുഷ്യരുണ്ടാക്കിയത്? നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഏതൊക്കെയാണ്? Yes. House, bus and car is man-made thing. കാറും ബസ്സും വീടും ഒക്കെ ആരാണ് ഉണ്ടാക്കിയത്? നമ്മൾ മനുഷ്യന്മാരുണ്ടാക്കിയതാണ് അല്ലേ? But in the case of sun, in the case of tree and water is made by whom? ആരതൊക്കെ ഉണ്ടാക്കിയത്? What all this called? എന്താ ഇതിനൊക്കെ പറയാ? ഇതാണ് natural things. Sun, trees, clouds, moon, water, etc. are made by the nature itself. So they are called natural things. Natural things and man-made things. Man-made things and natural things. മനുഷ്യനുണ്ടാക്കിയ സാധനങ്ങളും പ്രകൃതി തന്നെ തന്ന സാധനങ്ങളും ഇതിനെയാണ് നമ്മൾ നാച്ചുറൽ തിങ്സ് എന്നും man-made things എന്നും പറയുന്നത്. അതിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് അല്ലേ? അവർ എൻവയോൺമെന്റ്. എന്താണ്? അവർ എൻവയോൺമെന്റ്. അവർ എൻവയോൺമെന്റ് കൺസിസ്റ്റ് ഓഫ് man-made and natural things. Okay. Our environment, that is land, water, plants, animals and people make our environment. നമ്മുടെ എൻവയോൺമെന്റിൽ എന്തൊക്കെയുണ്ട്? ലാൻഡ് ഉണ്ട്, വാട്ടർ ഉണ്ട്, പ്ലാന്റ്സ്, ആനിമൽസ്, പീപ്പിൾ എല്ലാവരും കൂടി ചേർന്നതാണ് നമ്മുടെ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് അല്ലേ? അതിൽ തന്നെ നാച്ചുറൽ തിങ്സ് ഉണ്ട്, man-made things ഉണ്ട്. Natural things and man-made things. Which are the natural things? ഏതൊക്കെയാ natural things? Cloud, sun, moon, stars, mountain, rocks, plants and animals are given to us by nature. They are called natural things. Nature തന്നെ നമുക്ക് തന്ന സാധനങ്ങളെ നമ്മൾ എന്തു പറയും? Natural things എന്ന്. But cars, buildings, tables, pencils, chairs and pens are made by humans. So they are called man-made things. കാറുകളും ബിൽഡിങ്ങുകളും ടേബിളുകളും പെൻസില്, ചെയർ, ബുക്ക് എല്ലാം നമ്മൾ ഉണ്ടാക്കിയതല്ലേ? അപ്പൊ അതിന് എന്താ പറയാ? man-made things. എന്താണ്? man-made things. Okay. അടുത്ത ക്ലാസിഫിക്കേഷൻ ആണ് ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ്. ജീവനുള്ളവയെന്നും ജീവനില്ലാത്തവയെന്നും. എന്താണ്? ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ്. ആർ യു എ ലിവിങ് തിങ്? ആർ യു എ ലിവിങ് തിങ്? നിങ്ങൾ ഒരു ലിവിങ് തിങ് ആണോ? ജീവനുണ്ടോ നിങ്ങൾക്ക്? ഉണ്ടല്ലേ? എങ്ങനെയാ മനസ്സിലായത്? എങ്ങനെയാ? ഹൗ ക്യാൻ യു ഐഡന്റിഫൈ if it is a living thing or a non-living thing? There are some points. That is, living things breathe. We all breathe. നമ്മൾ എല്ലാവരും breathe ചെയ്യുന്നില്ലേ? living thingsഉം breathe ചെയ്യും അല്ലേ?
And living things need food. We all need food. We all need food. Living things all need food. The green plants make food. Plants ആണ് food ഉണ്ടാക്കുന്നത്. With the help of air, water and sunlight. എയറിന്റെയും വാട്ടറിന്റെയും സൺലൈറ്റിന്റെയും സഹായത്താല് പ്ലാന്റ്സ് എന്തുണ്ടാക്കും? ഫുഡ് ഉണ്ടാക്കും. അതായത് ഹ്യൂമൻസ് ആൻഡ് ആനിമൽസ് ഡിപ്പെൻഡ് അപ്പോൺ പ്ലാന്റ്സ്. പ്ലാന്റ്സിനെയാണ് നമ്മൾ ആനിമൽസും എന്ത് ചെയ്യുന്നു? ഫുഡിന് വേണ്ടിയിട്ട് പ്ലാന്റ്സിനെയാണ് ആശ്രയിക്കുന്നത് അല്ലേ? ഇനി ലിവിങ് തിങ്സ് ഗ്രോ. ലിവിങ് തിങ്സ് വളരും ഇല്ലേ? വളരില്ലേ? ചെറിയ ഒരു കുഞ്ഞായിരുന്നു നിങ്ങൾ, ഇപ്പൊ വളർന്നു വലുതായില്ലേ? അതായത് എല്ലാ ലിവിങ് തിങ്സും വളരും. ചെറിയൊരു ചെടി എന്തായി വലിയ മരമായിട്ട് വരുന്നില്ലേ? അതും എന്താണ്? ലിവിങ് തിങ്സ് ഗ്രോ. ലിവിങ് തിങ്സ് ഗ്രോ. ഓക്കെ. ദെൻ ലിവിങ് തിങ്സ് മൂവ്. ലിവിങ് തിങ്സ് മൂവ്. നമ്മൾ എല്ലാവരും മൂവ് ചെയ്യുന്നില്ലേ? പക്ഷികൾ എന്താ ചെയ്യാ? ബേർഡ്സ് ഫ്ലൈ. ബേർഡ്സ് ഫ്ലൈ. ഫിഷസ് സ്വിം. ഫിഷ് എന്ത് ചെയ്യും? സ്വിം ചെയ്യും അല്ലേ? പ്ലാന്റ്സ് ഓൾസോ മൂവ്. പ്ലാന്റ്സും മൂവ് ചെയ്യുന്നുണ്ട്. കണ്ടിട്ടില്ലേ നിങ്ങള് പ്ലാന്റ്സ് എങ്ങനെ മൂവ് ചെയ്യുന്നത്? അതായത് സൺഫ്ലവർ കേട്ടിട്ടില്ലേ? സൺഫ്ലവർ ടേൺസ് ടുവേർഡ്സ് സൺ. സൺഫ്ലവർ എപ്പോഴും സണ്ണിന് നേരെ തിരിയുന്നുണ്ട്. അതും പ്ലാന്റ് മൂവ്മെന്റ് ആണ്. അതുപോലെ തന്നെ ടച്ച് മീ നോട്ട് പ്ലാന്റ് കേട്ടിട്ടുണ്ടോ? തൊട്ടാവാടി എന്ന്. നമ്മൾ തൊടുമ്പോ എന്താ ചെയ്യുന്നത്? അത് വാടി പോകുന്നില്ലേ? അത് അതിന്റെ ഒരു മൂവ്മെന്റ് ആണ്. അതായത് ലിവിങ് തിങ്സ് മൂവ്. ലിവിങ് തിങ്സ് മൂവ്. നെക്സ്റ്റ് ലിവിങ് തിങ്സ് ഫീൽ. ലിവിങ് തിങ്സ് ഫീൽ. എന്താ ലിവിങ് തിങ്സ് ഫീൽ എന്ന് പറഞ്ഞ നമ്മളൊക്കെ എല്ലാവർക്കും ഫീൽ ചെയ്യുന്നില്ലേ? അതായത് we drink water when we feel thirsty. We eat food when we hungry. When we are hungry, we eat food, and when we are thirsty, we drink water. ഇല്ലേ? നമുക്ക് ഫീൽ ചെയ്യുമ്പോഴാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. Does your pencil feel sad? നിങ്ങളെ പെൻസിലിന് സങ്കടം വരുമോ? ഇല്ല അല്ലേ? പെൻസിലിന് ഫീൽ ചെയ്യാൻ പറ്റുമോ? ഇല്ല. Does your doll feel? ഡോളിന് ഫീൽ ചെയ്യാൻ പറ്റുമോ? അതും ഇല്ല അല്ലേ? നമുക്ക് മാത്രമേ ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. ലിവിങ് തിങ്സ് only feel. Okay. Living things have young ones. Living things have young ones. Living thingsനാണ് എന്തുണ്ടാവുക? യങ് വൺസ്, കുഞ്ഞുങ്ങൾ ഉണ്ടാവുക. അതായത് some animals such as crocodile, fish and frogs lay eggs. അതായത് മുട്ടയിടുന്നത് ഏതൊക്കെയാ? ചില ആനിമൽസ് ആയ ക്രോക്കഡൈലും ഫിഷും ഫ്രോഗും ഒക്കെ എന്ത് ചെയ്യും? മുട്ടയിടുകയാണ് ചെയ്യുന്നത്. യങ് വൺസ് ഹാച്ച് ഫ്രം ദീസ് എഗ്സ്. ഈ മുട്ടയിൽ നിന്നാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത്. മോസ്റ്റ് പ്ലാന്റ്സ് ഗ്രോ ഫ്രം സീഡ്സ്. പല പ്ലാന്റുകളും വിത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത്. സോ ലിവിങ് തിങ്സ് ഹാവ് യങ് വൺസ്. ദീസ് ആർ ദ സ്പെഷ്യാലിറ്റീസ് ഓഫ് ലിവിങ് തിങ്സ്. Living things breathe, they need food, they grow and they move, they feel and they have young ones. These are the specialities of living things. Okay, this is a small chapter. In this chapter, we studied about living things and non-living things, man-made things and natural things. So students, study the lesson very well, read the textbook. Okay, we will meet in the next class. Okay, bye dear children. Bye.